നമസ്കാരം. ഞാൻ ഹരീഷ് നമ്പൂറ്റി, തൃക്കോൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മേൽശാന്തി. ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിലെ ഏകാദശി വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ നമ്മൾ കൊണ്ടാടുന്നത്. നമ്മുടെ ഈ ഏകാദശിയുടെ പ്രത്യേകത പ്രബോധിനി ഏകാദശിയാണ്. പ്രബോധിനി ഏകാദശിയുടെ പ്രത്യേകത ഭഗവാന് യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ഒരു ഏകാദശിയാണ് പ്രബോധിനി ഏകാദശി. ഈ പ്രബോധിനി ഏകാദശിയിൽ നമ്മൾ ഭഗവാനെ വന്ന് കണ്ടു തൊഴുകയും ഏകാദശി വ്രതം നോക്കുകയും ഏകാദശി പൂജയിൽ പങ്കെടുക്കുകയും ഏകാദശി വിളക്കെടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭഗവാൻ ഉണരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഐശ്വര്യം, ആ ഒരു അനുഗ്രഹം ഏറ്റവും വളരെ വലുതാണ്. അതാണ് ഈ ഏകാദശിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം ആ ഒരു ഏകാദശിയിൽ ഭക്തജനങ്ങൾ ഉറപ്പായിട്ടും വന്ന് ഭഗവത് ദർശനം നടത്തുകയും ഭഗവാനെ കണ്ടു തൊഴുകയും പ്രസാദങ്ങൾ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇന്ന് ഒരു വിശിഷ്ട അതിഥി നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ ബദ്രീനാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുകയും ഭഗവാന് അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു പഞ്ചവർണ്ണപ്പട്ട് ഭഗവാന് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. കാരണം നമ്മുടെ ഏകാദശി വിശേഷങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ ദർശനം നടത്തണം എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അപ്പം അദ്ദേഹം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കും ഒരു ഏറ്റവും വലിയൊരു പുണ്യവും കൂടിയാണ്. അപ്പം ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരണമെന്നും അതുപോലെ തന്നെ ഭഗവാന്റെ വിശിഷ്ടമായിട്ടുള്ള ഏകാദശി വിളക്ക് നമുക്ക് ഭഗവാൻ ആ ഉണരുന്ന സമയത്ത് നമ്മൾ ആ ഏകാദശി വിളക്കുമായി ഭഗവാന്റെ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. അപ്പം എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാ ആൾക്കാരും ആബാലവൃദ്ധൻ ജനങ്ങളും ഭഗവത് സന്നിധിയിലെത്തി ഭഗവാന്റെ ഏകാദശി വിളക്ക് തെളിയിക്കണം, ഏകാദശി വിളക്ക് എടുക്കണമെന്ന് ഞാൻ ഭഗവത് നാമധേയത്തിൽ അറിയിക്കുന്നു. നമസ്കാരം.